അഹമ്മദ് മുസ്തഫ കൂടി ചെയ്യുന്നു. മുസ്തഫ, ഇന്ന് കോടതിയിൽ എന്താണ് ഉണ്ടായത്? തിങ്കളാഴ്ച വിധി പറയാമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് കർശന നിർദ്ദേശങ്ങളോടുകൂടി ഒരു ഇടക്കാല ഉത്തരവ് കൂടി പുറപ്പെടുവിക്കാമെന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് കോടതി തുടങ്ങുന്ന സമയത്ത് ജസ്റ്റിസ് ചോദിച്ചത് കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓൺലൈനിൽ ഹാജരായ ജില്ലാ കളക്ടർ അത് ശരിവെക്കുകയും ചെയ്തു. പക്ഷേ NHA ഉടനെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞു. അത് ചില ഈ ആഴത്തിൽ കുഴിയെടുത്തത് കാരണം ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്, അത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പരിഹരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ജില്ലാ കളക്ടർ പറഞ്ഞു ആ പ്രശ്നം താൽക്കാലികമായാണ് പരിഹരിച്ചത്, അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും അതിലൂടെ യാത്ര ചെയ്യുന്നത് ഉൾപ്പെടെ ദുഷ്കരമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യം ജില്ലാ കളക്ടർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയോട് അത് വളരെ വേഗത്തിൽ തന്നെ ശരിയാക്കിയ ശേഷം ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കോടതി പറഞ്ഞത്, കോടതിയുടെ ഒരു മൂഡ് എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ എന്തായാലും ഒരു ഓർഡർ പാസ്സാക്കാൻ വന്നതാണ്, പക്ഷേ അപ്പോഴാണ് മുരിങ്ങൂരിലെ റോഡിന്റെ തകർച്ച. എന്തായാലും ജനങ്ങളാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്, അതുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ, ആ റോഡിന്റെ തകർച്ച എത്രയും വേഗം സ്ഥിരമായി പരിഹരിക്കപ്പെടട്ടെ, അതിനുശേഷം ടോൾ പിരിവ് പുനരാരംഭിക്കാനുള്ള അനുമതി നൽകാം. എന്തായാലും വ്യാഴാഴ്ചത്തേക്ക് കോടതി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വിഷയം പരിഗണിച്ച സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവിൽ നേരത്തെ ഇത് സ്റ്റേ ചെയ്തിരുന്നു. ഏറെക്കുറെ ഒരു 1.5 മാസത്തോളമായി ഇപ്പോൾ പാലിയക്കരയിൽ ടോൾ പിരിവില്ല. ഹൈക്കോടതി തന്നെ ഈ റോഡിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകളുടെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കണം, ഒപ്പം തന്നെ യഥാക്രമം ഗതാഗതക്കുരുക്ക് പരിഹരിച്ച് നേരാം വണ്ണം ഈ കമ്മ്യൂട്ടേഷൻ ശരിയാക്കിയതിനു ശേഷം മാത്രം ടോൾ പിരിവിന് അനുമതി നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ വലിയ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പരിശോധിച്ച് താൽക്കാലികമായി ഇത് പിരിക്കാൻ അനുമതി നൽകാം, പക്ഷേ കർശന ഉപാധികളോടെയായിരിക്കാം. അക്കാര്യത്തിൽ തിങ്കളാഴ്ച ഒരു ഉത്തരവ് പറയാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇന്ന് കോടതി തുടങ്ങിയപ്പോൾ കോടതി തുടക്കത്തിൽ തന്നെ ചോദിച്ചത് മുരിങ്ങൂർ ഭാഗത്ത് റോഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, റോഡ് തകർന്നു എന്ന് കേൾക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് ജില്ലാ കളക്ടർ ശരിവെച്ചതോടുകൂടി ഇന്ന് വിധി പറയാൻ മാറ്റിയ, ഇന്ന് ഉത്തരവ് ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് കോടതി പിറകോട്ട് പോയിരിക്കുന്നു. മാത്രമല്ല ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാത്ത കോടതി ഇന്നും അതിന് വിസമ്മതിച്ചിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും ടോൾ പിരിവിന്, പാലിയക്കരയിലെ ടോൾ പിരിവിന് അനുമതിയില്ല എന്ന കാര്യമാണ്. അജിം സർ. ശരി, നടരാജിലേക്ക് കൂടി. നടരാജ്, ഈ മണ്ണുത്തിയിൽ റോഡ് തകർന്നത് നന്നാക്കാനുള്ള ശ്രമം തുടങ്ങി? മണ്ണുത്തി ഇടപ്പള്ളി ഭാഗത്ത് പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. നന്നാക്കലും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്, പല ഭാഗങ്ങളിലും റോഡ് ഇപ്പോൾ നന്നാക്കിയിട്ടുണ്ട്. ഇക്കാര്യം കളക്ടർ തന്നെ റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു. ചില ഭാഗങ്ങളിൽ അടിപ്പാത നിർമ്മാണം ഇനി നടന്നിട്ടില്ല, പ്രത്യേകിച്ച് അരിമ്പൂര്, ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ തന്നെ അടിപ്പാത നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അപ്പോഴും ഗതാഗതം സുഗമമായി പോകാനുള്ള നടപടികൾ പലതും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സ്വീകരിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതി എടുത്ത ശക്തമായ നിലപാട് തന്നെയാണ്. അപ്പോഴും കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിലുണ്ടായ മണ്ണിടിച്ചിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. മണ്ണിടിച്ചിൽ ഏതാണ്ട് 10 അടിയോടുകൂടി താഴ്ചയിലാണ് മണ്ണ് വീണത്. അന്ന് നമ്മൾ വാർത്തയ്ക്ക് തന്നെ കൊടുത്താണ്. അത് തലേദിവസം ഈ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിച്ച കുഴിയാണ് മഴയും കനത്തോടുകൂടി ഇടിഞ്ഞു വീണത്. അതോടുകൂടി ഗതാഗതം വീണ്ടും സുഗമമല്ലാത്ത സാഹചര്യമുണ്ടായി. ഒറ്റ വരിയിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തി വരുന്ന സാഹചര്യമുണ്ടായി. അതിപ്പോൾ പ്രശ്നം പരിഹരിച്ചെങ്കിലും, താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും ഈ കുഴി മറ്റ് നിർമ്മാണ കാര്യങ്ങളൊന്നിന് പുതിയ രീതിയിൽ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെ ഗതാഗത ക്രമീകരണമൊക്കെ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിൽ ടോൾ പുനഃസ്ഥാപിക്കാൻ വിസമ്മതിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുഗമമായ യാത്ര, അതിന് കൊടുക്കുന്ന പൈസ, ഇത് രണ്ടും ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി നിലപാടെടുത്തിരുന്നതാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റെ ഉതകുന്ന സർവീസ് ലഭ്യമാകണം എന്ന് കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നതായും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ദേശീയപാതയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ടോൾ പിരിവ് അസാധ്യമാവുക തന്നെ ചെയ്യുമെന്ന് ടോൾ കമ്പനിക്ക് തുടരെ സന്ദേശം നൽകുകയാണ് ഹൈക്കോടതി എന്നും അനുമാനിക്കാം. അജിത്. ശരി, നടരാജ് പരശുറാമും അഹമ്മദ് മുസ്തഫയുമാണ് വിവരങ്ങൾ നൽകിയത്.